കാണി സമുദായം ഗോത്രാചാര പ്രകാരം പൂജ നടത്തി സംരക്ഷിക്കുന്ന സീതാ തീർത്ഥക്കുളം. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ നിൽക്കുന്ന സഹ്യാദ്രിയിലെ ബ്രഹ്മൺകോട്ട മലയിലാണ് ഈ അപൂർവ ക്ഷേത്രമുള്ളത്. വനം വകുപ്പിന്റെ അധികാര പരിധിയിലായതിനാൽ വിശ്വാസികൾ എത്തുന്നതൊക്കെ കുറവാണ്. എങ്കിലും സീതാ തീർത്ഥം തേടി ഒരു യാത്ര. എന്താ കാർത്തിയുടെ ഒന്ന് ഹനുമാൻ സ്വാമിനെ കാണാൻ വന്നതായിരുന്നു. പക്ഷേ നട അടച്ചുപോയി. ആണോ? നമുക്ക് അയോധ്യ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അയ്യോടാ, അയോധ്യ വരെ ഒന്നും പോകണ്ട. നമുക്ക് സീതാദേവിയെ കാണാൻ പോയാലോ? തിരുവനന്തപുരത്ത് എവിടെയാ സീത? തിരുവനന്തപുരത്ത് സീതാദേവി ഉണ്ടോ? മലയുടെ മുകളിലാണെന്നേ ഉള്ളൂ. അതെ, ഹനുമാൻ സ്വാമിയെ കാണാത്തതിന്റെ സങ്കടമേ ഇതോ മാറിയില്ലേ? നോക്ക്, കണ്ട ഹനുമാൻ സ്വാമിയുടെ എത്ര കക്ഷികളാന്ന് നോക്കിയാൽ സീത എടുത്തിട്ട് പോകുമ്പോൾ നിൽക്കുന്നത് ഇതോ മുകളിൽ ഇരിക്കുന്നത് കണ്ട. സീത കുളിച്ച കുളം. இப்படி போய் அப்படி போய் அங்க போய் இறங்கி பார்த்தா போகும். അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അല്ലേ? ശരി. അർത്തോ, നമ്മുടെ ബുള്ളറ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേതോ മല കണ്ടോ? ആ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അർത്തേ, ഇനിയും നമ്മൾ വനത്തിലേക്ക് കയറുകയാണ്. ഈ വനത്തിലൂടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സീതാതീർത്ഥ കുളത്തിലേക്ക് എത്തും. ഇത് വനത്തിന്റെ വാതിലാണ്. ഇതാ തുറന്നിട്ട് പോകണം കേട്ടോ. നോക്കിടാൻ മറക്കരുത്. കാടും മലയൊക്കെ കേറുന്നുണ്ട്. എപ്പോഴാ എത്ത എന്തോ. കുറച്ചുകൂടെ ഉള്ളു, സ്വല്പം. മാർഷലേട്ടാ, ഈ ശ്രീരാമനും സീതയ്ക്കൊക്കെ ഭയങ്കര പ്രയാസമായി ഉണ്ടാവില്ലേ? അതെ, നമ്മൾ നടന്നിട്ട് തന്നെ എന്തൊരു ക്ഷീണം. അവർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി അവരെന്ത് അറിയോ? അവരവിടെ വിശ്രമിക്കുക. അപ്പം ഇവര് വിശ്രമിക്കുന്ന സമയത്ത് ഇവരൊരാളെ കാവല് നിർത്തും. അതാണ് ഈ കക്ഷി. ഇതേണ്ട, ഇതാണ് മാടൻ. ഈ മാടനാണ് സീതാദേവിക്ക് കാവല് നിന്നില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ സീതാദേവി കുളം ക്ഷേത്രം കാണാം. അതെ, നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയാം. കാട് തീർന്നു. ഇനി അങ്ങോട്ട് നല്ല വെയിലും മുട്ടക്കുന്നുവാ. അയ്യോ, ലോ കാണുന്നതാണ് സീതാദേവിയുടെ ക്ഷേത്രം. അപ്പം കുളിച്ച കുളം. ഇപ്പൊ ഈ ക്ഷേത്രം ഇങ്ങനെ താൽക്കാലികമായിട്ടാണെങ്കിൽ ഇങ്ങനെ മനോഹരമാക്കി വെച്ചേക്കുന്ന ആളെ അറിയോ? അതാണ് നമ്മുടെ ശിവൻ. ശിവനാണ് ഈ ഒരു പരിപാടിയൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. പനങ്കൊലയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കാനന ക്ഷേത്രം ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ക്ഷേത്രം പോലെ വിഗ്രഹങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. അതെല്ലാം ആദിമ രൂപത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹനുമാനെ കണ്ടില്ല എന്നുള്ള സങ്കടമല്ലേ? അത് നോക്കാം. ഹർത്തോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ശ്രീരാമനെ കാണാം, സീതയെ കാണാം, ലക്ഷ്മണ ഭഗവാനെ കാണാം, ഹനുമാനെ കാണാം. നീ ഹനുമാൻ സ്വാമിയെ കാണാത്തന്നെയല്ലേ സങ്കടപ്പെട്ടത്? എത്ര പേരെ കണ്ടെന്ന് നോക്കൂ. അതും വർഷങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് ഈ മലയുടെ മുകളിൽ ഇതിങ്ങനെ ഇവിടെ ഉണ്ട്. രാമനും സീതയും വനവാസകാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത് അല്ലേ? സീതാദേവി ഈ കാണുന്ന കുളത്തിലാണ് സ്നാനം നടത്തിയായിട്ടാണ് വിശ്വസിക്കുന്നത്. സീതാദേവിയുടെ തൃപ്പാദം നിങ്ങളെടുത്ത് കാണും ആ പാറയിൽ. അങ്ങനെ ഇവിടെ വന്ന് സ്നാനം നടത്തിയ സ്ഥലമാണ് സീതാ തീർത്ഥം എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ആചാരങ്ങളെന്ന് പറയുന്നത്, ഇവിടെ തലമുറകളായിട്ട് നമ്മുടെ കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ പച്ചാരാധന നടത്തുന്നത്. ഇതിന്റെ വ്യത്യസ്തം എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല. ഗോത്ര ആചാരപ്രകാരമുള്ള പൂജാ രീതികളാണ്
നമ്മുടെ കൂടെ ആലംബിച്ച് പോകുന്നത്. ഈ 650 അടി മുകളിലാണ് ഈ പാറ. എന്നിട്ട് ഇവിടെ വെള്ളം കണ്ടു. ഈ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്നത് സീതാതീർത്ഥമായതുകൊണ്ടാണെന്നുള്ള വിശ്വാസമാണ് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്കുള്ളത്. ഇതും തൊട്ടപ്പുറത്ത് സീത സ്നാനം ചെയ്ത കുളവുമാണ് ഉള്ളത്. ഇത് രണ്ടും സീതാതീർത്ഥമെന്ന് ഇവിടുത്തെ എല്ലാ ജലാശയങ്ങളും അറിയപ്പെടും. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഈ പാറകടികൂടി ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ കാർത്തു, ബാക്കി കണ്ടില്ലേ സീതാദേവിയുടെ ക്ഷേത്രം, കുളം, ഇതെല്ലാം ഇവിടെയുണ്ട്. 650 അടി മുകളിൽ ഈ മലയിൽ. അതവിടെ അങ്ങ് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ അല്ലേ? രാമായണത്തിന് ഈ മലയിലുമായി ഒരു വലിയ ബന്ധമുണ്ട്. അവരങ്ങനെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കട്ടെ, നമുക്ക് മടങ്ങാം.